ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? അതെ. ഓക്കെ. ആ, കണ്ടന്റ് പ്രോസസ്സർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാ പേജിലും നമുക്ക് ആ കാർട്ടിലുള്ള ഐറ്റംസിൻ്റെ കൗണ്ടും കാർട്ടിൻ്റെ ഐറ്റം കൗണ്ട് നമുക്ക് കാർട്ടിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഐക്കണിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് പേയ്മെൻറ്റിൻ്റെ സെഷനാണ് നമുക്കിനി ആഡ് ഓൺ ചെയ്യേണ്ടത്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഈ പേയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ റേസർ പേ ആണ് യൂസ് ചെയ്യാന്നാണ്. സോ റേസർ പേയിൻ്റെ സൈറ്റിൽ പോകുന്നുണ്ട്, റേസർ പേ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോൾഡർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടെർമിനലിൻ്റെ അവിടെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ എന്തോ കൊടുക്കുക, പിപ്പ് ഇൻസ്റ്റാൾ റേസർ പേ കൊടുക്കുക. സോ റേസർ പേൻ്റെ SDK ആണ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ട്രൈപ്പോ പേപ്പാലോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അതിൽ വരുന്നുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് ഏത് പ്ലാറ്റ്ഫോം ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ പ്ലാറ്റ്ഫോമിൻ്റെതായ ചെറിയ ചെറിയ ചേഞ്ചസ് അതിൽ വരും. ആ ഒരു വ്യത്യാസമേ വരുള്ളൂ കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ചുറ്റല്ല, പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റേസർ പെയിൻ്റെ വേറെ എറേഴ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് സൈറ്റിലേക്ക് പോവാം. നമുക്ക് ഡാഷ്ബോർഡിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ സൈൻ അപ്പ് എടുക്കുക. ഞാൻ ഓൾറെഡി ലോഗിൻഡ് ആണ്. സോ എൻ്റെ മെയിൽ ID ത്രൂ ഞാൻ അങ്ങ് കയറുവാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ ഇവിടെ പെൻഡിങ് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യുക, പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുക. ലിമിറ്റേഷൻസ് ഉണ്ട് അക്കൗണ്ട്സിന്, ലിമിറ്റ് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല എത്ര അക്കൗണ്ട് ഉണ്ടെന്നൊന്നും. സോ ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഇത് കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ്, പാൻ കാർഡ് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് SS കൊടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരും. സോ നിങ്ങൾക്ക് ഏതാണ് KYC കംപ്ലീറ്റ്, ഞാൻ KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അത് ബാക്ക് അടിച്ചു. സോ KYC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് എൻ്റെ ആ ഒരു അക്കൗണ്ട് അവിടെ കിടപ്പുണ്ട്. KYC പ്രൂഫ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ ബാക്ക് കൊടുക്കുന്നുണ്ട്. ഗോ ടു ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ വരും. സോ ഗോ ടു ഡാഷ്ബോർഡ് കൊടുക്കുക. ഞാൻ പ്രൊജക്റ്റിലേക്കായിട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കമ്പനീൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല
അവിടെ കൊടുക്കേണ്ടത്, പേയ്മെൻറ്റിൽ കൊടുക്കേണ്ടത് കേട്ടോ. സോ ആ ഒരു ഡിഫറൻസ് അവിടെ വരും. ദെൻ ഞാനിപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് KYCൻ്റെ കംപ്ലീറ്റ് കൊടുത്തില്ലെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് നമുക്ക് വരാൻ പറ്റും ഇതേപോലെ. ഓക്കെ, ഞാനിപ്പോൾ ടെസ്റ്റ് മോഡാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ റിയൽ മണി ഇതിൽ ഇൻവോൾവ് അല്ല. ഓൺ ബോർഡിങ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് റിയൽ മണി ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ലൈവ് മോഡ് എങ്ങനെയാണ്, ടിക്കറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ വരും. നിങ്ങൾക്കാണെങ്കിൽ പേറോളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ പേറോൾ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. കമ്പനി രജിസ്ട്രേഷൻ, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് സെറ്റിങ്സിൻ്റെ അടിയിൽ സെറ്റിങ്സ് കാണുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒക്കെ കാണാം. അതേപോലെ ഇവിടെ സെറ്റിങ്സ് ഉണ്ടോ, അക്കൗണ്ട്സ് ആൻഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഉണ്ടോ API കീസ് ഉണ്ട്. ഓക്കെ, വെബ്സൈറ്റ് ആൻഡ് ആപ്പ് സെറ്റിങ്ങിൽ API കീസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അവിടെ ഒരു കീ ഐഡിയും ഒരു പുതിയൊരു കീ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിപ്പോൾ എൻ്റെ ടെസ്റ്റാണ്, ഞാൻ റിയൽ മണി ഇൻവോൾവ് ചെയ്തിട്ടില്ല. ദെൻ എന്താണ്, നമുക്കൊരു കീ ഐഡിയും അതേപോലെ തന്നെ കീ സീക്രട്ടും നമുക്ക് അവിടെ കിട്ടും. സോ ഞാൻ ജസ്റ്റ് റീജനറേറ്റ് ചെയ്ത്, ഇതിപ്പോൾ പാറ്റേൺ മാറും, കീൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പോൾ എക്സ്പയറി നെവറാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്കൊരു കീ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റീജനറേറ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്താൽ മതി. സോ OTP വരും. സോ OTP അനുസരിച്ചിട്ടൊക്കെയാണ് അത് വരിക. സോ 982822. സോ ഞാൻ പഴയത് ഡീആക്ടിവേറ്റ് ആക്കുന്നുണ്ട്. കണ്ടോ, നമുക്കൊരു കീ ഐഡിയും അതേപോലെ തന്നെ ഇതേപോലെ ഒരു സീക്രട്ട് കീ അല്ലെങ്കിൽ കീ സീക്രട്ടും നമുക്ക് കിട്ടും. ഇനി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്കൊരു എക്സൽ ഫയലായിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റത്തെ കീ ഐഡിയും സെക്കൻഡ് എന്താണ് കീ സീക്രട്ട് ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും. ഡാഷ്ബോർഡിലേക്ക് പോകുന്നുണ്ട്. എക്സൽ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. സോ നമുക്കിത് ആവശ്യമുണ്ട്. എന്താണ്, കീ ഐഡിയും സീക്രട്ട് കീയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റിനെ കണക്ട് ചെയ്യുന്നത്. നമുക്കിനി ഇത് settings.pyയിൽ ആഡ് ചെയ്യാനുണ്ട്. സോ റേസർ പേ ആയതുകൊണ്ട് റേസർ പേ കീ ഐഡി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ settings.pyയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തില്ലെങ്കിലും, ടെമ്പറലി ചെയ്ത് നോക്കാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു കമ്പനീൻ്റെ ഇതിൽ തന്നെ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വറിയിലേക്ക് പോവുകയാണ്. ഡാഷ്ബോർഡിൽ സെറ്റിങ്സിൽ API കീസ്, വെബ്സൈറ്റിൻ്റെ അടിയിലായിട്ട് API കീസ് ഉണ്ട്. സോ അതാണ് എടുത്തത്. ദെൻ അതിൽ നിന്ന് എന്ത് കൊടുത്തു, ജനറേറ്റ് അല്ലെങ്കിൽ റീജനറേറ്റ് ടെസ്റ്റ് കീ എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്, പ്രൊജക്റ്റിൻ്റെ ഈ views.py ഞാൻ ചെയ്തത് ഇവിടെ O എങ്ങാണ്ട് ഒന്നും പെട്ടിട്ടുണ്ടായി. സോ അതൊന്ന് ഞാൻ റിമൂവ് ചെയ്താണ് ഈ മോഡിഫിക്കേഷൻ കാണിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, settings.py എടുക്കാം. settings.pyയിൽ നമുക്ക് റേസർ പേ ആഡ് ചെയ്യാനുണ്ട്. സോ settings.pyയിലേക്ക് പോവാം. settings.pyയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റേസർ പേ കീ ഐഡിയും റേസർ പേ സീക്രട്ട് കീയും നമുക്ക് settings.pyയിൽ ആഡ് ചെയ്യണം ഫസ്റ്റ്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഏറ്റവും താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, അപ്പർ കേസിലാണ്. സോ റേസർ പേ കീ ഐഡി ഈക്വൽസ് എന്ത് കൊടുക്കുക, ആ കീ ഐഡി എന്താണ് അത് കോപ്പി ചെയ്യുക. ഇതാണ് നമ്മുടെ കീ ഐഡി വരിക. സോ അത് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡബിൾ കോട്സിൻ്റെ ഉള്ളിലായിട്ട് പേസ്റ്റ് ചെയ്യുക.
സോ കീ ഐ ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണ് സീക്രട്ട് കീ ആണ്. സോ റേസർ പേ കീ സീക്രട്ട് കൊടുക്കാം. സീക്രട്ട് കീയും കൂടി ഇതേപോലെ തന്നെ സെയിം പാറ്റേണിൽ കോപ്പി ചെയ്യുക. ഡബിൾ കോച്ചിൻ്റെ ഉള്ളിലായിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. സോ ഓൾറെഡി നമുക്ക് എന്തുണ്ടാവും, ഒരു മോഡൽ ഉണ്ടാവും. സോ അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യാം കേട്ടോ. സോ ഏതിലാണെങ്കിലും ഇഷ്യൂസ് ഇല്ല. നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. സെറ്റിംഗ്സ് ഡോട്ട് പി വൈയിൽ നമ്മൾ റേസർ പേ കീ ഐ ഡിയും അതേപോലെ തന്നെ റേസർ പേ കീ സീക്രറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. ദെൻ ലോഗിൻ രജിസ്ട്രേഷനൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുവാണ്. URLs.py ഞാൻ ക്ലോസ് ചെയ്യുവാണ്. views.py ക്ലോസ് ചെയ്യുവാണ്. ഇത് കംപ്ലീറ്റ്ലി അക്കൗണ്ട്സ് അല്ലായിരുന്നു, ലോഗിൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു കംപ്ലീറ്റ്ലി വന്നിരുന്നത്. നമുക്ക് കാർട്ടിൽ ബാക്കി ചെയ്യാം. സോ കാർട്ടിൻ്റെ models.py എടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓർഡർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ക്ലാസ് ഇത് കൊടുക്കുക, ഓർഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് models.model കോളൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക. യൂസർ കൊടുക്കണം, അതേപോലെ തന്നെ amount വേണം, പെയ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഓർഡർ ഐ ഡി, പേയ്മെൻറ്റ് ഐ ഡി, അതേപോലെ റേസർ പേൻ്റെ അതിൽ സിഗ്നേച്ചറൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. കാർട്ടിൽ കാർട്ട് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട്സിൽ വരുമ്പോൾ അക്കൗണ്ട്സിൻ്റെ മോഡൽസിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല അല്ലേ. സോ ഓൾറെഡി ഉള്ള അക്കൗണ്ട്സ് മോഡലാണ്, യൂസർ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ അക്കൗണ്ട്സിൽ യൂസ് ചെയ്തത്. ഇനി ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഓർഡർ എന്ന് പറയുന്ന പുതിയ ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് യൂസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ യൂസർ ഈക്വൽസ് എന്ന് കൊടുക്കുക, മോഡൽസ് ഡോട്ട് ഫോറിൻ കീ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഫോറിൻ കീ കൊടുക്കുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, യൂസർ മോഡൽ കൊടുക്കുക, യൂസർ മോഡൽ നെയിം കോമ ഓൺ ഡിലീറ്റ് കൊടുക്കുക, ഓൺ ഡിലീറ്റ് ഈക്വൽസ് എന്ന് കൊടുക്കുക, മോഡൽസ് ഡോട്ട് കാസ്കേഡ് കൊടുക്കുന്നുണ്ട്. മോഡൽസ് ഡോട്ട് കാസ്കേഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് യൂസറിനെ ഇമ്പോർട്ട് ചെയ്യണം. സോ യൂസറിനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓത്തിന്നാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പാത്ത് കാണിക്കുന്നില്ല. സോ ടോപ്പിക്ക് പോകുന്നുണ്ട്. ഫ്രം Django dot concept dot auth dot കൊടുക്കുക, മോഡൽസ് കൊടുക്കുക, അതിൽ നിന്ന് ഇമ്പോർട്ട് യൂസർ കൊടുക്കുക. ഓക്കെ, യൂസർ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഓർഡർ എന്ന് പറയുന്ന മോഡലിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. യൂസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എമൗണ്ട് ആണ്. സോ എമൗണ്ട് നമുക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്. എമൗണ്ട് ഈക്വൽസ് മോഡൽസ് ഡോട്ട് എന്ത് ഫീൽഡാണ്, ഫ്ലോട്ട് ഫീൽഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഫ്ലോട്ട് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് പെയ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അത് നമ്മൾ ബൂളിയൻ ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ചിലവർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും കൊടുക്കുന്നത്, ചിലവർ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എന്ത് കൊടുക്കുക, ഈസ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു കോളം കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്.
ഈസ് പെയ്ഡ് ഈക്വൽസ് എന്ന് കൊടുക്കാം. മോഡൽസ് ഡോട്ട് ബൂളിയൻ ആണ് കൊടുക്കുന്നത്. ബൂളിയൻ ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡിഫോൾട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ഫോൾസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡിഫോൾട്ട് ഫോൾസ് ആയിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, റെസിപ്പൻ്റെ ഓർഡർ ഐ ഡി നമുക്ക് വേണം, അതേപോലെ റൈസർ പേയ്മെന്റ് ഐ ഡി നമുക്ക് വേണം. സോ അത് ആഡ് ചെയ്യാം. റൈസർ പേ അണ്ടർസ്കോർ ഓർഡർ അണ്ടർസ്കോർ ഐ ഡി ഈക്വൽസ് എന്ന് കൊടുക്കാം. മോഡൽസ് ഡോട്ട് ക്യാർഫീൽഡ് ഓർഡർ ഐ ഡി ക്യാർഫീൽഡ് ആയിരിക്കും വരുന്നത്. സോ അതിൽ മാക്സ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാം. സോ മാക്സ് ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു 100 കൊടുക്കുന്നത്. കോമ സോ 100 മാക്സ് ലെങ്ത് കൊടുക്കുന്നത്. കോമ നല്ല ട്രൂ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ട്രൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ബ്ലാങ്കും ട്രൂ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കമ്പൽസറി അല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ബ്ലാങ്കും ട്രൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് റൈസർ പേൻ്റെ ഓർഡർ ഐ ഡി ആണ് നമ്മൾ കൊടുത്തത്. നെക്സ്റ്റ് പേയ്മെന്റ് ആണ്. സോ റൈസർ പേ പേയ്മെന്റ് ഐ ഡി കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് ഇത് കൊടുക്കാം. മോഡൽസ് ഡോട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ക്യാർഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കാം. മാക്സ് ലെങ്ത് കൊടുക്കാം. ഇത് 100 കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നല്ല കൊടുക്കുന്നുണ്ട്. കോമ ബ്ലാങ്കും ട്രൂ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് റൈസർ പേ സിഗ്നേച്ചർ ആണ്. സോ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റൈസർ പേ അണ്ടർസ്കോർ സിഗ്നേച്ചർ ഈക്വൽസ് മോഡൽസ് ഡോട്ട് എന്ത് കൊടുക്കാം, ക്യാർഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, മാക്സ് ലെങ്ത് കൊടുക്കാം. മാക്സ് ലെങ്ത് എത്രയാണോ 255 കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ നല്ല ട്രൂ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാങ്ക് അതും ട്രൂ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ 3 ഫീൽഡിലാണ് നമ്മൾ അഡീഷണലി ഇതിൽ ആഡ് ചെയ്തത്. സോ ഫസ്റ്റ് യൂസർ എമൗണ്ട് ഈസ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു കോളം, ദെൻ റൈസർ പേൻ്റെ ഓർഡർ ഐ ഡി, പേയ്മെന്റ് ഐ ഡി, ദെൻ അതിൻ്റെ സിഗ്നേച്ചർ, റൈസർ പേ സിഗ്നേച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക. ഡബിൾ അണ്ടർസ്കോർ STR കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന പോലെ സെൽഫാണ് കൊടുക്കുന്നത്. കോളൻ ഇതാണ് റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുക. സോ റിട്ടേൺ ഡബിൾ എഫ് സ്ട്രിംഗ് ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. FW കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഓർഡർ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സെൽഫ് ഡോട്ട് ഐ ഡി കൊടുക്കുന്നുണ്ട്. ഹൈഫൺ കൊടുക്കുക. കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ സെൽഫ് ഡോട്ട് യൂസർ നെയിം കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ താഴത്തേക്ക് പോവാ. പൈത്തൺ manage.py make migrations കൊടുക്കുക. നമ്മുടെ ഓർഡർ എന്ന് പറയുന്ന മോഡൽ അവിടെ ക്രിയേറ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. ദെൻ മൈഗ്രേറ്റ് കൊടുക്കണം. റൺ ചെയ്യുക. സോ അത് അപ്ലൈ ചെയ്തായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും.
ഇനി പേയ്മെന്റിന് വേണ്ടിയിട്ട് വ്യൂ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാർട്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. സെപ്പറേറ്റ്ലി വ്യൂസ് ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, വ്യൂസ് ഡോട്ട് പി വൈയിലേക്ക് പോവുക. പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്റ്റാർട്ട് പേയ്മെന്റ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽസ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഏത് മെത്തേഡാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, എമൗണ്ട്. എന്താണ് എമൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നുണ്ട്. ഇൻറ്റ് ഓഫ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് കൊടുക്കുക, ഗെറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്താ എറർ വരുന്നത് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഡബിൾ ഈക്വൽസ് വേണം പോസ്റ്റിന് അവിടെ കൊടുക്കാൻ. അതിൻ്റെ എറർ ആയിരുന്നു അവിടെ കാണിച്ചു തരുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതേപോലെ തന്നെ എന്താണ് റീസെറ്റ് പൈസ എന്നുള്ളൊരു ഫോമാറ്റിലാണ് യൂസ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്ത് 100 കൂടി കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വേരിയബിൾ എന്താണ് ക്ലയൻറ്റ് എന്നുള്ളത്. സോ ക്ലയൻറ്റ് ഈക്വൽസ് കൊടുക്കുക, റെസിപ്പി ഡോട്ട് ക്ലയൻറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റെസിപ്പിൻ്റെ അവിടെ എറർ കാണിക്കുന്നുണ്ടാവും. ഇത് കൊടുക്കുക, ഇമ്പോർട്ട് റെസിപ്പി കൊടുക്കുക. ടോപ്പിക്ക് പോവുക, ഇമ്പോർട്ട് റെസിപ്പി കൊടുക്കുക. ഇമ്പോർട്ട് റെസിപ്പി കൊടുത്തിട്ടുണ്ട്. റെസിപ്പി കറക്റ്റ് ആണ്. അതേപോലെ തന്നെ CSR എക്സിറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അത് ആവശ്യം വരുമ്പോൾ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, നമുക്ക് താഴത്തേക്ക് പോവാം. ഓക്കെ, റീസെപ്പേൻ്റെ അവിടുത്തെ എറർ പോയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലയൻ്റ് ആയിരുന്നു നമ്മൾ കൊടുത്തായിരുന്നത്. സോ റെസിപ്പി ഡോട്ട് ക്ലയൻറ്റിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, ഓത്ത് കൊടുക്കുക. ഓത്ത് ഈക്വൽസ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സെറ്റിങ്സ് ഡോട്ട് എന്ത് കൊടുക്കുക, നമ്മുടെ റെസിപ്പേൻ്റെ കീ ID കൊടുക്കുക. അതേപോലെ തന്നെ സീക്രട്ട് കീ ഒക്കെ നമ്മൾ കൊടുത്തില്ലേ, അതൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. സോ സെറ്റിങ്സിൻ്റെ അവിടെ എറർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലിക്ക് നമ്മൾ ആദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ടോപ്പിക്ക് പോവുക, സെറ്റിങ്സ് ഡോട്ട് പി വൈ എന്നിട്ട് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. ജാങ്കോ ഡോട്ട് കോൺഫ് എന്നാണ് എന്ത് ചെയ്യുന്നത്, സെറ്റിങ്സ് ഡോട്ട് പി വൈ സെറ്റിങ്സിനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കൊടുക്കുക, ഫ്രം ജാങ്കോ ഡോട്ട് CNF എന്ത് കൊടുക്കുക, ഇമ്പോർട്ട് സെറ്റിങ്സ് കൊടുക്കുക. അതേപോലെ തന്നെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടേബിളിനെയും കൂടി നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുള്ളത് ക്ലിയർ ചെയ്യാം കേട്ടോ. അതേപോലെ ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിൻ്റെ നെയിം കൊടുക്കുക, ഓർഡർ കൊടുക്കുക. ദെൻ അതിന് ശേഷം താഴത്തേക്ക് പോവുക.
സെറ്റിങ്സിൻ്റെ അവിടെ എറർ മാറ്റിയിട്ടുണ്ട്. സെറ്റിങ്സ് ഡോട്ട് കൊടുക്കാം റീസെർച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. റീസെർച്ച് അണ്ടർസ്കോർ കീ അണ്ടർസ്കോർ കൊടുക്കുക, ഐ ഡി കൊടുക്കുക, കോമ സെറ്റിങ്സ് ഡോട്ട് റീസെർച്ച് അണ്ടർസ്കോർ കീ അണ്ടർസ്കോർ സീക്രട്ട് കൊടുക്കുക. ഓക്കെ, സെറ്റിങ്സ് ലോവർ കേസ് ആണ് വേണ്ടത്, അതാണ് അവിടെ എറർ വന്നത്. സെറ്റിങ്സ് ഡോട്ട് റീസെറ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, റീസെറ്റ് കീ ഐ ഡിൻ്റെ അവിടേക്ക് എറർ പോലെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇഷ്യൂ എന്നുള്ളതൊക്കെ. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് എന്താണ് പേയ്മെൻറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് കൊടുക്കുക, പേയ്മെൻറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സോ പേയ്മെൻറ്റ് ഈക്വൽസ് ഇത് കൊടുക്കുക ക്ലയൻറ്റ് ഡോട്ട് ഓർഡർ ഡോട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. സോ ക്രിയേറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, നമുക്ക് എന്തൊക്കെയാണോ വാല്യൂസ് പാസ് ചെയ്യേണ്ടത് അത് കൊടുക്കാം. ഫസ്റ്റ് എമൗണ്ട് ആണ്, സോ എമൗണ്ട് കോളൻ ഇത് കൊടുക്കുക, എമൗണ്ട് വേരിയബിളുള്ള വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ എന്താണ് കറൻസി ആണ്, ഏത് കറൻസിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. ദെൻ കോളൻ INR ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. സോ കറൻസി INR ആണ് ഇപ്പോൾ ഡീഫോൾട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം പേയ്മെൻറ്റ് ക്യാപ്ചർ, ദെൻ പേയ്മെൻറ്റ് ക്യാപ്ചർ കോളൻ 1 കൊടുക്കുന്നുണ്ട്, കോമ. ഓക്കെ, ഇവിടെ കോമ ഉണ്ട്, ലാസ്റ്റത്തിന് കോമ ഉണ്ട്, ബാക്കി ഇടയിലുള്ള വാല്യൂസ് ഒക്കെ. ഇപ്പോൾ ഒരു പുതിയൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഓർഡർ ഒബ്ജക്ട്സ് വെച്ചിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറയണ്ടേ. എമൗണ്ട് ബൈ 100 ഒക്കെ ചെയ്യാനുണ്ട്. സോ ആ ക്വരീസ് ഒക്കെ നമുക്ക് ഇനി ഇതിൽ ആഡ് ഓൺ ചെയ്യണം. സോ റൗണ്ട് ബ്രാക്കറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഓർഡർ വേരിയബിൾ കൊടുക്കുക. ഓർഡർ ഈക്വൽസ് ഓർഡർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് യൂസർ ഈക്വൽസ് കൊടുക്കുക റിക്വസ്റ്റ് ഡോട്ട് യൂസർ കൊടുക്കുക, കോമ. നെക്സ്റ്റ് എമൗണ്ട് ആണ്, എമൗണ്ട് ഈക്വൽസ് കൊടുക്കുക എമൗണ്ട് ബൈ 100 കൊടുക്കുക, കോമ. ഇനി റീസെർച്ചിൻ്റെ ഓർഡർ ഐ ഡി ആണ് വേണ്ടത്. സോ റീസെർച്ച് അണ്ടർസ്കോർ ഓർഡർ അണ്ടർസ്കോർ ഐ ഡി ഈക്വൽസ് കൊടുക്കുക പേയ്മെൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ ഡി പാസ് ചെയ്യുക. ദെൻ അതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, കോൺടെക്സ്റ്റ് ഈക്വൽസ് കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഓർഡർ, ദെൻ അതിന് ശേഷം കോളൻ ഓർഡർ പാസ് ചെയ്യണം. നെക്സ്റ്റ് പേയ്മെൻറ്റ് ആണ്. സോ പേയ്മെൻറ്റ് കോളൻ കൊടുക്കുക, പേയ്മെൻറ്റ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുക, പേയ്മെൻറ്റ്. നെക്സ്റ്റ് എന്താണ് റീസെറ്റ് കീ ഐ ഡി ആണ്, സോ അത് കൊടുക്കുക. റീസെറ്റ് കീ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് കൊടുക്കുക സെറ്റിങ്സ് ഡോട്ട് റീസെറ്റ് കീ ഐ ഡി കൊടുക്കുക. ഇതൊന്നുമില്ല അല്ലേ. ഓക്കെ, റീസെറ്റ് കീ ഐ ഡി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡിക്ഷണറി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. സോ
റിട്ടേൺ 2 ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, റിക്വസ്റ്റ് കോമ നമുക്ക് പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എം കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്ട്സ് വേരിയബിൾ ഉണ്ട്, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഡിക്ഷണറി ഏറ്റവും മുകളിലായിട്ട് ഓർഡർ പേയ്മെന്റ് റേസർ പേ കീ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോൺടാക്ട്സ് നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. സോ കോൺടാക്ട്സ് തന്നെ കൊടുക്കുവാണ്. ദെൻ അതേപോലെ തന്നെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റും കൂടി കൊടുക്കുവാണ്. സോ റിട്ടേൺ റെൻഡർ ഫംഗ്ഷൻ റിക്വസ്റ്റ് കോമ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ഒരു പേജും കൂടി ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാർട്ട് പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എം. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, നമ്മുടെ ആ ഒരു പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എമ്മിലേക്ക് ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും, സ്റ്റാർട്ട് പേയ്മെന്റ് എന്നുള്ള ആ ഒരു പേജിലേക്ക് ആയിരിക്കും പോകുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് പേയ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ്സിലേക്ക് പോവുക, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റാർട്ട് പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എം കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ഒരു ഫോം ആണ് കൊടുക്കുന്നത്. സ്റ്റാർട്ട് അണ്ടർസ്കോർ. ഓക്കെ, സോ ഞാനൊരു ഫോം ടാഗ് പോസ്റ്റ് മെത്തേഡിൽ ഒരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെത്തേഡ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സോ പോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എന്ത് കൊടുക്കുന്നുണ്ട്, CSRF ടോക്കൺ കൊടുക്കുന്നുണ്ട്. CSRF ടോക്കൺ കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ലേബിൾ ആഡ് ചെയ്യുന്നുണ്ട്. 4 കൊടുത്തിട്ട് എൻ്റർ എമൗണ്ട് കൊടുക്കുക, കോളൻ. നെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുക. ടൈപ്പ് നമ്പർ ആണ് കൊടുക്കുന്നത്. നമ്പർ കൊടുക്കുന്നുണ്ട്. ദെൻ നെയിം കൊടുക്കുക, എമൗണ്ട് കൊടുക്കണം. ദെൻ റിക്വയർഡ് ആണെന്നുള്ളത്, റിക്വയർഡ് ഫീൽഡ് ആണെന്നുള്ളത് നമ്മളവിടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബട്ടൺ കൊടുക്കുക. ബട്ടൺ ടൈപ്പ്, ഇപ്പോൾ ബട്ടൻ്റെ ഉള്ളിൽ പേ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ആഡ് ഓൺ ചെയ്യണം. സോ പേ നൗ കൊടുക്കുന്നുണ്ട്. ബട്ടണിൻ്റെ ടൈപ്പ് സബ്മിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ടൈപ്പ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ്. ചെറുതായിട്ടൊരു ഫോം ടാഗ് കൊടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എമ്മിലാണ് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ പുതിയൊരു ഫയൽ കൂടി കൊടുക്കാം. എന്ത് കൊടുക്കാം, പേയ്മെന്റ് ഡോട്ട് എച്ച് ടി എമ്മിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് എന്താണ്, ഒരു റെസ്റ്റ് ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, റുപ്പീസ് സിമ്പിള് അല്ലെങ്കിൽ ഡോളർ സിമ്പിൾ, നിങ്ങൾ ഏത് സിമ്പിളാണോ ഫോളോ ചെയ്യുന്നത് കൊടുക്കുക. അപ്പോൾ ടെമ്പററി ആയിട്ട് ഡോളർ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. റുപ്പീസ് ആണെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ദെൻ എന്ത് കൊടുക്കുക, ഓർഡർ ഡോട്ട് എമൗണ്ട് കൊടുക്കുക. ഏത് എമൗണ്ട് ആണോ നമ്മൾ പാസ് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. ഓർഡർ ഡോട്ട് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രിപ്റ്റ് ക്വറീസ് ആണ് കൊടുക്കുന്നത്. സോ സ്ക്രിപ്റ്റ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുക, സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ SRC ആയിട്ട് കൊടുക്കാൻ പോകുന്നത് SRC. സോ ചെക്ക്ഔട്ട് ഡോട്ട് JS ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ്. റേസർ പേയിൽ തന്നെയുള്ള ചെക്ക്ഔട്ട് ഡോട്ട് JS ആയിട്ട് കണക്ട് ചെയ്യുവാണ്. സോ ഞാൻ തൽക്കാലത്തേക്ക് ലിങ്ക് ഡയറക്റ്റ്ലി കൊടുക്കാം. ബ്രൗസറിൽ ഇവിടെ ചെക്ക്ഔട്ട് ഇപ്പോഴുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആക്കാൻ പറ്റും ചെക്ക്ഔട്ടിൽ.
സോ നമ്മൾ റേസർ പെയിന്റ് ചെക്കൗട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു ഓപ്ഷനിൽ ചെക്കൗട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇതിൽ തന്നെ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോവാണ്. സോ ബാക്ക് ടു ക്വറി എന്ത് കൊടുക്കുക, https://checkout.razorpay.com /v1 എന്തെടുക്കുക checkout.js കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ checkout.js കൊടുത്തിട്ടുണ്ട്. ദെൻ പുതിയൊരു സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുക. ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ കീ, എമൗണ്ട്, കറൻസി, അതേപോലെ തന്നെ നെയിം, ഡിസ്ക്രിപ്ഷൻ, ഓർഡർ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പാസ് ചെയ്യാൻ പോകുന്നത്. സോ അതൊക്കെ നമുക്കിനി ആഡ് ചെയ്യണം. എന്നിട്ട് റേസർ പെയിന്റ് ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ദെൻ പേയ്മെന്റ് സക്സസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ഇനി ഫംഗ്ഷനായിട്ട് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ URLs ആഡ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ക്വറി ആയിട്ട് തന്നെയാണ് ആഡ് ഓൺ ചെയ്യുന്നത്. സോ എന്ത് കൊടുക്കുന്നുണ്ട്, വാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക. സോ ഓപ്ഷൻസ് ഈക്വൽസ് curly brackets, then key colon double curly brackets ഉള്ളിൽ എന്ത് കൊടുക്കുക, റേസർ പേ കീ അണ്ടർസ്കോർ ഐ ഡി. റേസർ പേ കീ ഐ ഡി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കീ വാല്യൂ പെയർ ആയിട്ട്. ദെൻ സെക്കൻഡ് കീ വാല്യൂ പെയർ എന്താണ്, amount നമുക്കിനി കൊടുക്കണം. സോ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, പേയ്മെൻറ്റ് ഡോട്ട് amount കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു എമൗണ്ട് നമ്മൾ കീ വാല്യൂ പെയർ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ പാസ് ചെയ്യും, കോമ. ദെൻ നെക്സ്റ്റ് കറൻസി കൊടുക്കുക, കോളൻ, ഡബിൾ കേർലി ബ്രാക്കറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ ഇത് വേണ്ട, നമ്മൾ പാസ് ചെയ്യുന്നില്ല. പക്ഷെ INR ഡയറക്റ്റ്ലി കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുത്തോളൂ കേട്ടോ. കറൻസി കൊടുത്തിട്ടുണ്ട്. ദെൻ നെയിം ആണ് നെക്സ്റ്റ് വൺ. സോ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ നെയിമായിട്ട് കൊടുക്കുന്നത് എന്ത് കൊടുക്കുക, മൈജാങ്കോ സ്റ്റോർ. നെയിം കൊടുക്കുന്നുണ്ട്, സ്റ്റോറിൻ്റെ നെയിം എന്താണ് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഓർഡർ പേയ്മെൻറ്റ് കൊടുക്കുക, കോമ, ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ ഐ ഡി കൊടുക്കുന്നുണ്ട്, കോളൻ എന്ത് കൊടുക്കുക, ഓർഡർ ഐ ഡി ആയിട്ട് ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, പേയ്മെൻറ്റ് ഡോട്ട് ഐ ഡി കൊടുക്കുക. സോ ഓർഡർ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കോൾ ബാക്ക്സ് ആണ്. കോൾ ബാക്ക് URL കൊടുക്കുന്നുണ്ട്, കോളൻ കൊടുക്കുക, ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എന്ത് കൊടുക്കുക, URL സ്പേസ് സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് സക്സസ് എന്ന് പറയുന്ന വ്യൂവിലേക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കത് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ദെൻ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഒരു കോമിങ് കൂടെ കൊടുക്കുക. നെക്സ്റ്റ് കീ വാല്യൂ പെയർ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കോൾ ബാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീഫില്ലാണ് കൊടുക്കുന്നത്. സോ പ്രീഫില്ലായിട്ട് നമ്മൾ നെയിമും അതേപോലെ തന്നെ ഇമെയിൽ നമ്മൾ പ്രീഫില്ലായിട്ട് കൊടുക്കുവാണ്. സോ അതൊരു ഡിക്ഷണറി ആയിട്ടാണ് കൊടുക്കുന്നത്. കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, നെയിം കൊടുക്കുന്നുണ്ട്, ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സ്പേസിങ് കൊടുക്കുന്നുണ്ട്. ദെൻ റിക്വസ്റ്റ് ഡോട്ട് യൂസർ നെയിം കൊടുക്കുക,
കോമ യൂസർ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമെയിലാണ് നെക്സ്റ്റ് കോളൻ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കാം റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഇമെയിൽ കൊടുക്കുക. ദെൻ ആ ഒരു ഡിക്ഷണറി കഴിഞ്ഞു. ദെൻ പ്രീഫിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോമ കൊടുക്കാം. പ്രീഫിൽ കഴിഞ്ഞിട്ട് ഇട്ടോ കോമ അത് നോക്കിയിട്ട് കൊടുക്കണേ. സോ പ്രീഫിൽ കഴിഞ്ഞിട്ട് കോമ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് തീമാണ്. തീം കമ്പൽസറി അല്ല, വേണമെങ്കിൽ കൊടുക്കാൻ മാത്രം. അതും ഡിക്ഷണറി കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. കൊടുക്കുന്നുണ്ട് കളർ കൊടുക്കുന്നുണ്ട്. കോളൻ കൊടുക്കുക. ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് #3399 കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം സെമി കോളൻ കൊടുക്കുക. ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് രണ്ടുപേരും കൂടെ ആഡ് ചെയ്യാനുണ്ട്. വാർ റേസർ പെയിൻ്റെ ഷോർട്ട് ഫോമായിട്ട് RS കൊടുക്കുന്നുണ്ട്. ന്യൂ റേസർ പേ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഓപ്ഷൻസ് കൊടുക്കുക. ദെൻ സെമിക്കോളം കൊടുക്കാൻ വിട്ടു പോകരുത്. ദെൻ റേസർ പേ ഓപ്പൺ ചെയ്യാനുള്ള ക്വറിയും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. സോ RZP ഡോട്ട് ഓപ്പൺ ഫങ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ സെമിക്കോളം കൊടുക്കുക കേട്ടോ. സെമിക്കോളം കൊടുക്കുക. ദെൻ ഓക്കെ. സോ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. പേയ്മെൻറ്റ് ഡോട്ട് HTML ഫുള്ള് ജാവാസ്ക്രിപ്റ്റ് ക്വറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി കോൾ ബാക്ക് URL നമുക്കിനി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് views.py തിരിച്ച് പോവുക. അതിൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതെന്താണ് എറർ കാണിക്കുന്നത്, ഒരു എറർ കാണിക്കുന്നുണ്ട് നോക്കാം. ഇതിൻ്റെയൊക്കെ ഇൻഡൻറ്റേഷൻ തെറ്റി കിടക്കുന്നുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻഡൻറ്റേഷൻ എന്തിനാണ് കളയുന്നത്? ഓക്കെ. ദെൻ നമുക്ക് വ്യൂ കൂടി ക്രിയേറ്റ് ചെയ്യാം. സോ ഏറ്റവും താഴത്തേക്ക് പോകുന്നുണ്ട്. സോ നമുക്ക് എന്താണ് നെക്സ്റ്റ് വൺ, നമ്മൾ സ്റ്റാർട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായി. അതേപോലെ തന്നെ പേയ്മെൻറ്റ് സക്സസിൻ്റെ ഒരു ഫംഗ്ഷൻ കൂടിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് കൊടുക്കുന്നതിനേക്കാളും മുമ്പായിട്ട് CSRF എക്സംപ്റ്റ് കൊടുക്കുന്നുണ്ട്. കമ്പൽസറി അല്ല, ജസ്റ്റ് ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ട്. തൽക്കാലത്തേക്ക് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇത് ബാക്കി ക്വറി ചെയ്തിട്ട് ആവശ്യം വന്നാൽ ആഡ് ചെയ്യാം. സോ ഇത് കൊടുക്കുന്നുണ്ട്. പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കോളം. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഇഫ് കണ്ടീഷൻ കൊടുക്കുക. എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് എന്തൊക്കെ കൊടുക്കുക, പോസ്റ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്യുക, പോസ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഡാറ്റ ഈക്വൽസ് എന്തെടുക്കുക, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓർഡർ ID കൊടുക്കുക. ഓർഡർ ID ഈക്വൽസ് എടുക്കുക ഡാറ്റ ഡോട്ട് ഗെറ്റ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഗെറ്റിൻ്റെ ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ റേസർ പേ അണ്ടർസ്കോർ ഓർഡർ അണ്ടർസ്കോർ ID നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഓർഡർ ID കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ID ആണ് നെക്സ്റ്റ് വരുന്നത്. സോ പേയ്മെൻറ്റ് അണ്ടർസ്കോർ ID ഈക്വൽസ് ഡാറ്റ ഡോട്ട് ഗെറ്റ് ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഡബിൾ കോട്സിൽ റേസർ പേ അണ്ടർസ്കോർ പേയ്മെൻറ്റ് അണ്ടർസ്കോർ ID
ഇതേപോലെ ഓർഡർ ഐ ഡി, പേയ്മെൻറ്റ് ഐ ഡി, നെക്സ്റ്റ് സിഗ്നേച്ചർ ആയിരുന്നു നമ്മൾ ആഡ് ചെയ്തത്. സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് കൊടുക്കുക, ഡാറ്റ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുന്നുണ്ട്, റീസെറ്റ് പേ. സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഓർഡർ ഈക്വൽസ് ഓർഡർ ഡോട്ട് കൊടുക്കുക, ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, റീസെറ്റ് പേ ഓർഡർ ഐ ഡി. ഓർഡർ ഐ ഡി ഈക്വൽസ് കൊടുക്കുക, ഓർഡർ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, ഓർഡർ ഡോട്ട് റീസെറ്റ് പേ പേയ്മെൻറ്റ് ഐ ഡി ആണ് ആഡ് ചെയ്യേണ്ടത്. സോ റീസെറ്റ് പേ പേയ്മെൻറ്റ് ഐ ഡി ഈക്വൽസ് കൊടുക്കുക, പേയ്മെൻറ്റ് ഐ ഡി കൊടുക്കുക, പേയ്മെൻറ്റ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, ഓർഡർ ഡോട്ട് നെക്സ്റ്റ് റീസെറ്റ് പേ സിഗ്നേച്ചർ ആണ്. സോ റീസെറ്റ് പേ സിഗ്നേച്ചർ കൊടുക്കുക, ഈക്വൽസ് കൊടുക്കുക, സിഗ്നേച്ചർ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഓർഡർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ പെയ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു, ഈക്വൽസ് നോക്കുന്നുണ്ട്, ട്രൂ ആക്കുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് ഫോൾസ് ആയിരുന്നു, സോ അത് ട്രൂ ആക്കി കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓർഡറിനെ സേവ് ചെയ്യണം. സോ ഓർഡർ ഡോട്ട് സേവ് കൊടുക്കുക. സോ ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാന്നുള്ളതാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് പോകണം, സക്സസ് ഡോട്ട് HTML എന്ന് പറയുന്ന ആ ഒരു HTML പേജിലേക്കാണ് പോകേണ്ടത്. സോ റിട്ടേൺ റെൻഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, റിക്വസ്റ്റ് കോമ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സക്സസ് ഡോട്ട് HTML എന്ന് പറയുന്ന ആ ഒരു HTMLലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കോമ കേർലി ബ്രാക്കറ്റ്സ് ഡിക്ഷണറി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഓർഡർ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്, കോളൻ ഇത് കൊടുക്കുന്നുണ്ട്, ഓർഡർ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ സപ്പോസ് അത് വർക്കായില്ലെങ്കിൽ റിട്ടേൺ റീഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്. സോ റിട്ടേൺ റീഡയറക്റ്റ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സ്ലാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, URLs ആഡ് ചെയ്യാനുണ്ട്. URLsക്ക് പോവുക, പാത്ത് ആഡ് ചെയ്യുക. നെക്സ്റ്റ് പാത്ത് ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് പേയ്മെൻറ്റ് സ്ലാഷ് കോമ കൊടുക്കുക, വ്യൂസ് ഡോട്ട് സ്റ്റാർട്ട് പേയ്മെൻറ്റ് എന്നുള്ള ഒരു കണക്ട് ചെയ്യുക, കോമ ദെൻ നെയിം ആണ് കൊടുക്കേണ്ടത്. നെയിം ഈക്വൽസ് ഇത് കൊടുക്കുക, സ്റ്റാർട്ട് പേയ്മെൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്, സ്റ്റാർട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, കോമ നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് പാത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, പേയ്മെൻറ്റ് സക്സസ്, വ്യൂസ് ഡോട്ട് ഇത് കൊടുക്കുക, പേയ്മെൻറ്റ് സക്സസ് കൊടുക്കുക. ഇതേപോലെ തന്നെ കോമ നെയിം ഈക്വൽസ് പേയ്മെൻറ്റ് സക്സസ് തന്നെയാണ് കൊടുക്കുന്നത്. സോ പേയ്മെൻറ്റ് സക്സസ് തന്നെയാണ് നെയിം കൊടുത്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് URL ലാസ്റ്റ് കോമ ഇടാൻ മറക്കരുത്. URLs കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സക്സസ് പേജും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങോട്ട് പോവുക, ടെംപ്ലേറ്റ്സിലേക്ക് പോവുക, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. എന്താണ്
success.html. അതിൻ്റെ ഉള്ളിൽ ഒരു h2 ടാഗ് കൊടുക്കുന്നുണ്ട്. അതിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. സോ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ ഓർഡർ ഐ ഡി, പേയ്മെൻറ്റ് ഐ ഡി, അതേപോലെ തന്നെ എത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കാം. സോ ഒരു പി ടാഗ് കൊടുക്കുന്നുണ്ട്. ഓർഡർ ഐ ഡി, ദെൻ കോളൻ സ്പേസ് കൊടുക്കുക. ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, ഓർഡർ ഡോട്ട് റീസർപ്പി. ഓർഡർ ഐ ഡി കണക്ട് ചെയ്യുക. സോ ഓർഡർ ഐ ഡി നമുക്കിവിടെ വരും. അതേപോലെ തന്നെ പി ടാഗിൻ്റെ ഉള്ളിൽ എന്തും കൂടി കൊടുക്കാം, പേയ്മെൻറ്റ് ഐ ഡി വേണം. സോ പേയ്മെൻറ്റ് ഐ ഡി കൊടുക്കുന്നുണ്ട്. ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കാം, ഓർഡർ ഡോട്ട് റീസർപ്പേ അണ്ടർസ്കോർ പേയ്മെൻറ്റ് അണ്ടർസ്കോർ ഐ ഡി കൊടുക്കുന്നുണ്ട്. സോ പേയ്മെൻറ്റ് ഐ ഡി ആണ് അതിൽ വരുന്നത്. ആസ് എ സെയിം വേ നമുക്ക് എമൗണ്ടും കൂടെ വേണം. സോ നെക്സ്റ്റ് പി ടാഗിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എത്ര എമൗണ്ട് ആണ് പേ ചെയ്തതെന്നുള്ളത് വേണം. സോ എമൗണ്ട് പെയ്ഡ് ഡോളർ സിമ്പിളാണ് ടെമ്പററി ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് റുപ്പീസ് സിമ്പിൾ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓർഡർ ഡോട്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ വരാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. കണ്ടിന്യൂ ഷോപ്പിംഗ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇന്നത് ഇവിടെ ചെക്ക് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ യൂസർ ലോഗിൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ലോഗിൻ രജിസ്റ്ററും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ട്. ആ ഒരു സ്റ്റെപ്പ് ഇതിന് സ്കിപ്പായിട്ടുണ്ട്. സോ അതും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി ഇതിലുള്ള സ്റ്റെപ്സ് ഒക്കെ തീരും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലോഗിനും കൂടി ഉണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് യൂസർ ബേസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റീസർപ്പേക്ക് പകരം സ്ട്രൈപ്പോ അല്ലെങ്കിൽ പേപ്പാലോ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പിപ്പ് ഇൻസ്റ്റാൾ സ്ട്രൈപ്പ് അല്ലെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ പേപ്പാൽ റെസ്റ്റ് എസ് ഡി കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ഓരോ പേയ്മെൻറ്റ് മെത്തേഡിലും ഉള്ളത്. സോ അത് നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. മൾട്ടി കറൻസി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേപ്പാലോ അല്ലെങ്കിൽ സ്ട്രൈപ്പോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻസ്റ്റാമോജോ ഉണ്ട്, അത് ഇന്ത്യൻ റുപ്പീസാണ് മെയിൻലി വരുന്നത്. സോ കറൻസി സെറ്റപ്പും കുറച്ചും കൂടി ഈസിയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്യൂട്ടബിൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ സെഷൻ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ഞാൻ നെക്സ്റ്റ് ഡേ പറഞ്ഞു തരാം, ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളൊരു ഓവർവ്യൂ നാളെ തരാം. ഓക്കെ, താങ്ക് യു.